ഹായ് ഗൈസ്, വെൽക്കം. അമൃത്തിന് എടുത്തോ മോളെ? ഇല്ല, ഞാൻ എടുത്തു. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച്, രാവിലെ എന്ന് പറയുമ്പോൾ വെളിച്ചൊക്കെ എണീച്ച കേട്ടോ. പിന്നെ ഇന്നലത്തെ തരിക്കഞ്ഞ് കുറച്ച് ബാക്കിയുണ്ടായിന്, അത് ആരും കുടിച്ചൂല. അപ്പോൾ അത് കേടന്ന് പോകുമല്ലോ എന്നുള്ള സങ്കടത്തിൽ അത് ഒരു അര ഗ്ലാസ് ഉണ്ടായിനത് വേഗം എടുത്ത് അകത്താക്കിക്കണം കേട്ടോ. പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പം എന്നാൽ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ 4 മണിയാകുമ്പോൾ ഞാൻ അല്ലെങ്കിലും എണീക്കൂട്ടോ, നോമ്പാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ നോമ്പാകുമ്പോൾ എണീച്ചാലും ഓടി അന്ന് കിച്ചണിലൊന്നും കയറൂല. രാവിലെ ഒരു 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് സാവധാനത്തിൽ കയറുള്ളൂ. 5:25 ഇപ്പോൾ ബാങ്ക്. അപ്പോൾ പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേന് എന്തായാലും ആവും ചെയ്യും. അപ്പം എനിക്ക് ചോറ് തന്നെ വേണം മിക്കവാറും ദിവസം കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ ഒരു മുട്ട പൊരിച്ചതും പിന്നെ പപ്പടം പൊരിച്ച് അതിന്നൊരു പപ്പടം എടുത്തിട്ട് തന്നെ താളിപ്പ് പിന്നെ നമ്മൾ മലപ്പുറത്തിൻ്റെ സ്വന്തമാണല്ലോ. വെറും കഞ്ഞിവെള്ളം തളിച്ചാൽ കഞ്ഞിവെള്ളം താളിപ്പ്, പപ്പടം ഇട്ടാൽ പപ്പടം താളിപ്പ്, മുരിങ്ങ താളിപ്പ്, പിന്നെ മത്തൻ്റെലാണെങ്കിൽ മത്തൻ്റെല താളിപ്പ്, ചീരയാണെങ്കിൽ ചീരൻ്റെ താളിപ്പ്, അങ്ങനെയാണ് താളിപ്പിൻ്റെ പേരുകൾ. അപ്പം ഇന്ന് പപ്പടം താളിപ്പാണ് കേട്ടോ. പപ്പടം അതാ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതേപോലെ പൊടിച്ചാണ് ഇട്ടാൽ നമ്മുടെ താളിപ്പ് റെഡി. എന്തെങ്കിലും ഒരു വെള്ളം വേണമെന്നുള്ളൂ, ഇന്ന താളിപ്പ് എന്നൊന്നുമില്ല. അപ്പം താളിപ്പും ഒക്കെ സെറ്റാക്കി. പിന്നെ ഇന്നലെ ഞാൻ കുഞ്ഞിപ്പിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തിന്. അപ്പം തുറക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത്. അപ്പം അത് ബാക്കിയുണ്ട്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ അതേ കാരം കഴിക്കുക. അജുവിന് പിന്നെ ചോറ് വേണം തന്നെ അല്ല കേട്ടോ, എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഓൻ കഴിക്കൽ. അപ്പം എനിക്ക് പിന്നെ അതൊന്നും വല്ലാണ്ട് അങ്ങോട്ട് പോകില്ല, ചോറ് തന്നെ വേണം. അപ്പം അതാ ഇനി നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോകുകയാണേ. ഇന്നിപ്പോൾ നീ ആ കുട്ടിക്കൊന്ന് ഒൽമുണ്ട്, 2 എണീച്ച് പല്ല് തേക്കണുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ തന്നെ ഞാനവിടെ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിക്കണേ. ഇന്നിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണമെന്നൊന്നും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഉണ്ടായിനി. അപ്പോൾ പിന്നെ ഞാൻ ഖുറാനൊക്കെ ഒന്ന് എടുത്ത് ഓതി. അപ്പോൾ നിസ്കാരത്തിൻ്റെയും ഓത്തിൻ്റെയും ഒന്നും കാര്യങ്ങൾ ഞാൻ വല്ലാണ്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരലില്ല. അത് ഒന്നുമല്ല, അതിപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിപ്പോൾ അങ്ങനെ വീഡിയോയിൽ കാണിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. അല്ലാതെ ഒന്നും ഞാൻ ചെയ്യാറില്ല എന്നല്ല. സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഖുർആൻ ആദ്യം കിട്ടിയപ്പം കുറച്ച് സമയം ഞാൻ മുസാഹിഫൊക്കെ ഓതിയിരിക്കും. പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ ഓതിയിരിക്കും. പിന്നെ സുബൈക്ക് നിസ്കാരം കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ കിടക്കും കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ എനിക്ക് പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം കിടക്കും. ഇന്നങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇത് പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അലാറൊന്നും വെക്കാതെ അങ്ങോട്ട് ഉറങ്ങി കേട്ടോ. ഒരു 8:30 വരെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ ഉച്ചക്ക് ഉറങ്ങലില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഉച്ചക്ക് കുറച്ച് സമയം കിടക്കും, അല്ലെങ്കിൽ പലിച്ചക്ക് നീച്ചിട്ട് കുറച്ച് നേരം കിടക്കും. നമുക്ക് പിന്നെ രാവിലെ എണീറ്റിട്ട് പിന്നെ പ്രത്യേകിച്ച് ചായയും കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്താണ് കിടക്കല്. ചില ദിവസം ഏതെങ്കിലും ഒരു സമയവും കിടക്കാൻ സമയം ഉണ്ടാവില്ല കേട്ടോ. അഥവാ ഞാൻ രാവിലെ കിടന്നിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അജു ആ സമയത്ത് നീച്ചു, അല്ലെങ്കിൽ ഉച്ചക്ക് കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ ചങ്ങായി എന്നെ ഉറങ്ങാനും നയിക്കൂല. അങ്ങനെയും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ഒന്നും ആവില്ല. ഇന്നിപ്പോൾ എന്തായാലും പെൽച്ചക്ക് വെച്ചിട്ട് കുറച്ച് സമയമൊക്കെ കിടന്നുറങ്ങാനൊക്കെ കിട്ടി. അപ്പം നീച്ച് ഞാൻ ചെടിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ കേട്ടോ. ഡെയിലി വെച്ചിട്ടില്ലെങ്കിലും ഒന്നരാടെ വെച്ചെങ്കിലും ഞാൻ ഈ ചെടിക്കൊക്കെ നനക്കലുണ്ട്. അതിൻ്റെ അടുത്ത് സെനക്കൂട്ടന് ഇത് ചോദിച്ച് മുന്നിൽ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ വെള്ളം ചീറ്റിച്ചാൻ ഓന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനത് കഴിഞ്ഞ് വേഗം തിരുമ്പലാണ് കേട്ടോ കഴിച്ചത്. വെയിലാവണീന് മുന്നേ അല്ലെങ്കിലും ഞാൻ നോമ്പാണെങ്കിലും അല്ലെങ്കിലും രാവിലെ തിരുമ്പൽ കഴിക്കും. നോമ്പാകുമ്പോഴും അങ്ങനെ തന്നെ കുറച്ചുകൂടി നേരത്തെ വെയിൽ വരുമ്പോഴേക്കും തിരുമ്പി ഇടലൊക്കെ തീരുമാനമാക്കും കേട്ടോ. പെൽച്ചക്ക് എണീച്ചപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി. ഇനി എന്നാലും രാവിലെ സെനക്കുട്ടന് ചായയൊക്കെ കൊടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടേനി. അതൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് എല്ലായിടൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല പെൽച്ചക്ക്. ആ വെള്ളമായോണ്ട് മാത്രം ഇങ്ങോട്ട് തുടച്ച് അങ്ങനെ അവസാനിപ്പിച്ചിരിക്കേനി കേട്ടോ. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ എല്ലായിടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു.
പിന്നെ നോമ്പൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ വല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഡെയിലി ചെയ്യേണ്ട ആ ഒരു ക്ലീനിങ്ങുകൾ അങ്ങനെ 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 ചെയ്തു പോവുകയാണ് ചെയ്യാം. എന്നാലും എന്നെ സംബന്ധിച്ച് കുറേ ഉണ്ടാവും കേട്ടോ. മക്കളുണ്ടായാൽ പിന്നെ എനിക്ക് ഇരട്ടി പണിയാവും. ഓലെ അവിടെ വലിച്ചിട്ടിട്ട് ഇവിടെ വലിച്ചിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ കെട്ടിയോനെ തന്നൊരു പണിയാണ് കേട്ടത്. ഈ എവിടുന്ന് കുറച്ച് പൂള ആൾക്ക് വെറുതെ കിട്ടിയതാണ് കേട്ടോ. അത് കൊണ്ടുവന്നിട്ടുണ്ടേനെ. അതിൽ മിഞ്ഞാന്ന് ഞാനത് പൂളക്കൂട്ടാൻ വെച്ചിട്ടുണ്ടേനെ കേട്ടോ. കുഞ്ഞുട്ടി അന്ന് ഇതിനകത്ത് അന്ന് ചിക്കൻ കറി ഉണ്ടേനെ. എന്നാൽ ഒരിത്തിരി പൂളക്കൂട്ടാൻ ഉണ്ടാക്കി വേണ്ടി പറഞ്ഞേന്. പക്ഷെ ഉണ്ടാക്കി കേട്ടോ. പക്ഷെ ഒരു 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 സുഖമല്ല അതിന് കേട്ടോ. ചില പൂളകളൊന്നും വലിയ കുഴപ്പമില്ല, ചിലതൊക്കെ ഭയങ്കര മരക്കണ്ട പോലെ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ നോമ്പാകുമ്പോൾ പൂളൊന്നും വല്ലാതെ ആർക്കും പറ്റൂലല്ലോ. അന്ന് കുറച്ചൊക്കെ തിന്ന് ബാക്കി കളയുകയാണോ ചെയ്തിട്ടുണ്ടേനെ കേട്ടോ. പിന്നെ നോമ്പായതുകൊണ്ട് അയലൊക്കത്ത് കൂടെ ഒന്നും ആർക്കും ഈ പൂള വേണ്ടേനും. അയലൊക്കക്കാരത്തി എന്നോട് പറഞ്ഞേ, പൂള അറിയണത് ഈ കപ്പട്ടോ, അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയാണ്ട് പൊടിച്ചാല് നമുക്ക് എന്തുണ്ടാക്കാം, നോൽമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് പുട്ടുണ്ടാക്കാനൊക്കെ പറ്റുന്നു. അതിക്കൂടെ കുറച്ച് പൊടിയൊക്കെ കൂടിയിട്ട് പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണെന്ന് മൂപ്പത്തേര് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് കുറേയൊക്കെ കളഞ്ഞിട്ട് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ആ പാത്രത്തിൽ കാണിച്ചെന്നില്ലേ, അതിൻ്റെ ഒരു അരട്ടിയും കൂടി ഉണ്ടായിന് കേട്ടോ. അങ്ങനെ 2 പാത്രം ഉണ്ടായിന്. അപ്പം അതിന് നല്ലതൊക്കെ നോക്കി ഞാൻ കട്ട് ചെയ്തെടുത്തു. ചിലത് മരക്കണ്ണ് മാതിരി ഉള്ളതും ചിലത് പച്ച കളർ വന്നതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് ഞാനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് വെയിലത്തിട്ട് അങ്ങനെ കൊടുക്കാം. വെയിലത്തൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ മതി നമുക്ക്. അപ്പോൾ ഇതാ എല്ലാതും ഞാൻ നുറുക്കി കഷ്ണങ്ങളാക്കി ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ വെയിലത്ത് കൊണ്ടുപോയിടാം. അതാകുമ്പോൾ പിന്നെ നമുക്ക് അധികം പൊടി വാർന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നല്ല വെയിലുണ്ടാവുകയും അപ്പം അവിടെ തന്നെ വരിച്ചിട്ട് അവിടെ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിക്കണം കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഇവിടെ വരുത്തി ഓളവക കട്ട് ചെയ്യൽ നടക്കുന്നുണ്ട്. ഇത് നോമ്പാണ് കേട്ടോ സുന്ദരിപ്പണിന്, 3ാമത്തെ നോമ്പാണേ. 2 നോമ്പ് ആള് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായിട്ട് തന്നെ നോറ്റിട്ടുണ്ടേനി. പക്ഷെ 3ാമത്തെ നോമ്പ് ആൾക്ക് ശരിക്കും മെതുക്ക് പിടിച്ചിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ അതാ ഞാൻ മുകളിൽ വന്നപ്പോൾ തന്നെ നല്ല വെയിലയക്കണേ. ഇതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ സമയം 11:30 ആയിക്കണേ. അതിൽ പിന്നെ ഞാൻ ഈ വാതിലിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടേക്ക് തന്നെ വെയിൽ വന്നിക്കണ്. അപ്പോൾ ഇവിടെ തന്നെ അങ്ങോട്ട് ചിക്കി കൊടുക്കുകയാണ്. എല്ലാ ദിവസവും എൻ്റെ മോർണിംഗ് റൊട്ടീൻ ഒരേപോലെ ഒന്നുമല്ല. ഇന്നത്തെ മോർണിംഗ് റൊട്ടീന് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ചയും കൂടി കാണിച്ചു തരേ. ഒരു 2 ദിവസം മുമ്പ് എൻ്റെ മൂത്തച്ഛൻ്റെ വീട്ടിൽ, അതായത് കുഞ്ഞുട്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നോമ്പുറണ്ടേന് കേട്ടോ. അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. ഞാനൊന്ന് ശരിക്കും പറഞ്ഞാല് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ വന്ന ഒരുത്തി ഉണ്ടല്ലോ, ഇത് മൂത്തച്ഛൻ്റെ മരുവളാണ്. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഷൂട്ട് ചെയ്യണതും ഒക്കെ. അപ്പം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഓളങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഓള് ഉള്ളി അറിയാൻ വേണ്ടി കുട്ടീനെ എൻ്റെ അടുത്ത് തന്നതാണ് കേട്ടോ. വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടിരിക്കന്നെ എനിക്കങ്ങനെ ക്യാമറയിലൊന്നും കണ്ട് വൈറലാവണ്ടെന്ന് പറഞ്ഞു എൻ്റെയൊക്കെ ഒന്ന് വേഗം ഇറങ്ങിപ്പോയിട്ടോന്. ഞാനന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല. അപ്പം ഞങ്ങൾ ഇളച്ചികളും മുതച്ചികളൊക്കെ കൂടുമ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കലുണ്ട് കേട്ടോ. പക്ഷേ താത്താൻ്റെ പെരക്കാരൊക്കെ വരുമ്പോഴേ അവൾക്കൊക്കെ ഒരു ഇടങ്ങേറാകുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വലിയ മുത്തച്ഛൻ്റെ മരുവൾ വന്നപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരെല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുത്ത് അങ്ങോട്ട് തുടങ്ങി. എന്നാൽ പിന്നെ അന്നത്തെ ആ ഒരു വ്ളോഗ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് എങ്ങനെയാണ് എടുത്തതാണ് കേട്ടോ. പിന്നെ അത് മാത്രമായിട്ട് ഒരു വ്ളോഗ് ആക്കിയിട്ട് ഇടാനും മാത്രം വീഡിയോ ഇല്ലേനും ചെറിയൊരു വീഡിയോ ആകും. അപ്പം അതാണ് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കൂടെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചത് കേട്ടോ. അന്ന് മൂത്തച്ഛൻ്റെ മോള് പിറ്റേ ദിവസം ഓളെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയും കേട്ടോ. അപ്പം ആ ഒരു ഇതിലാണ് കേട്ടോ തുറവി ഉണ്ടാക്കിയത്. അപ്പം ഓള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഫ്ലൈറ്റൊക്കെ നിർത്തി വെച്ചതും ഒക്കെ. അപ്പോൾ ഓള് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ.
അപ്പൊ ഞാൻ എപ്പോഴും പറയലില്ല നിങ്ങളോട്, ഹസ്ബൻഡിന്റെ പെരക്കാരെന്ന് വീഡിയോയിൽ കാണിക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ ഓൾക്ക് ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. എല്ലാവരും ഇതിന്റെ ചുറ്റുവട്ടത്തിൽ കൂടെ ഉണ്ട് കേട്ടോ. ഒളിഞ്ഞും പറഞ്ഞും പാത്തൊക്കെ പോലെ ഉണ്ട്. അപ്പൊ ഓൾക്കൊരു ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇതില് ഈ വീഡിയോസിൽ കാണുന്നത് അധികം ഞാൻ ഷൂട്ട് ചെയ്തതല്ല കേട്ടോ. പലതും ഓരോരുത്തരായിട്ട് നമുക്കത് വീഡിയോ എടുക്കല്ലേ, ഇത് വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഓലെന്നെ ഫോൺ വെച്ചിട്ട് നമ്മൾ ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചിലതൊക്കെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും തല തിരിഞ്ഞും കുത്തനെയും ഒക്കെ ആയിട്ട് വീഡിയോയിൽ കാണുന്നത് കേട്ടോ. പിന്നെ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ക്യാരറ്റും എന്താണ് ഉരുളക്കിഴങ്ങൊക്കെയാണ് കേട്ടോ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതാ നമ്മൾ ഈ പെരത്തന മാറ്റുണ്ടല്ലോ, അതെങ്ങനെ ഉണ്ട് എന്ന് പലരും കമന്റിൽ ഇങ്ങനെ ചോദിക്കലുണ്ട്. ഞാൻ ആ മാറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞാലും ചോദിക്കലുണ്ട് കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരത്താൻ. ഇതാ താത്താനടുത്തും ഉണ്ട് അങ്ങനത്തെ ഒരു മാറ്റ് കേട്ടോ. പക്ഷെ എന്റെ മാറ്റിന്റെ അത്രയ്ക്ക് വലിപ്പമല്ല, താത്തയുടെ അടുത്ത് എവിടെയോ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ വാങ്ങിയ സമയത്ത് താത്ത അത് നീർത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് നമ്മളൊരു ഫാമിലിക്കൊക്കെ കുഴക്കാനും പരത്താനൊക്കെ പറ്റുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ്. പരത്തിയെടുക്കാനൊക്കെ ഉഷാറാണ് കേട്ടോ. അപ്പൊ താത്ത തിമ്മ കുഴക്കല് മാത്രമേ ഉള്ളൂ, പരത്തലില്ലടി, എനിക്ക് കഴിയുമ്പോ പരത്താൻ കഴിയണില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത് താത്താനോട് ഒരു 2 പരത്തുമ്പോ അങ്ങനെ ശരിയാവും. എനിക്കും അങ്ങനെ തന്നെ 2 പരത്തിയപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടേനി. പക്ഷെ പിന്നെ പരത്തി ഇങ്ങനെ വരുമ്പോ ഉഷാറാണ്. അധികം പൊടിയൊന്നും ഇടൊന്നും വേണ്ട. നമുക്ക് നിലത്തിടുമ്പോ കുറേ പൊടി ഇട്ട് കണ്ട് ഇതാക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൂലേ. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇതിനില്ല കേട്ടോ. കുറേ പൊടി ആവുമൊന്നുമില്ല. ഇപ്പൊ ഞാനും താത്തയും പരത്തണ വ്യത്യാസം കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സാധനം. ആ ഒരു റൊട്ടി മാറ്റ്, അതിന്റെ ലിങ്ക് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ഇതിലും ടാഗ് ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ എന്നാലും ചിലരൊക്കെ ചോദിക്കലുണ്ട്. അങ്ങനെ പത്തിരിപ്പണി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമൂസന്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ സമൂസയും പിന്നെ കൊക്കവട ഉണ്ടല്ലോ, പൊക്കവട, അതുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അല്ല, പത്തിരിപ്പണി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. മോൾക്ക് കൊണ്ടുപോകാനും കൂടിയിട്ടില്ലത് ഇനി. അപ്പൊ അതുകൊണ്ട് കുറച്ച് അധികം പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കാട്ടൂല പൊന്നാര ചെറിയ മോളെ. മുഖം കാണുമ്പോ ഒരു മടിയാണ്, അതുകൊണ്ട് നല്ല ഇപ്പത്തപ്പോ കാട്ടിയാണ്. അതൊക്കെ വെക്കുവോ? ഇല്ലല്ലോ, ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്റെ ചെറിയ മുത്തച്ഛിക്ക് ഞാൻ വീഡിയോയിലെങ്ങാനും ഉൾപ്പെടുത്തു എന്ന് പേടി. അപ്പൊ രണ്ടാമത്തെ മുത്തച്ഛി പറഞ്ഞതാണ് കേട്ടോ, അന്നെ അതിലൊന്നും ഉൾപ്പെടുത്തൂല എന്നൊക്കെയുള്ളത്. എന്നിട്ട് പിന്നെ താത്ത ചോദിക്കാ കേക്കോ എന്നുള്ളത്. അപ്പൊ താത്താന്റെ വർത്താനം നല്ല രസം, അതാണ് ഞാൻ അത് വോയിസ് കട്ട് ചെയ്യാൻ കേട്ടോ. പറഞ്ഞ ആളാണ് കേട്ടോ. ഇന്ന് ഞാൻ പോകുന്ന ആള് എന്ന് പറഞ്ഞത് നാളെ രാവിലെ ഓള് പോകും. അപ്പൊ അതിനെ പ്രമാണിച്ചിട്ടാണ് ഇന്ന് നമുക്ക് നോമ്പ് തുറവിയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു തല സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മള് സെനിക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതൊക്കെ മൂത്തച്ഛന്റെ മോള് എടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. ഓളം നല്ല ബിസി ആയിന്. കാരണം തുറവിന്റെ ഇതും പിന്നെ അതേപോലെ തന്നെ ഓക്ക് പോകാനുള്ള ടെൻഷനും പോകാനുള്ള പെട്ടി പാക്ക് ചെയ്യലും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിന്. പക്ഷെ എന്നാലും ഓള അതിന്റെ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ വേഗം ഫോൺ എടുത്തിട്ട് ഓരോന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. ഞാൻ പലതും എടുക്കാനൊക്കെ എനിക്കൊരു മടി. ആള് കൂടുമ്പോ അല്ലെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയാണല്ലോ. അതെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പെരയിന്ന് മാത്രം വീഡിയോ എടുത്ത് അങ്ങനെ ശീലിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും, അധികം ക്ലിപ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ പോണതും വരുന്നതും മാത്രമേ ഞാൻ ചിലപ്പോൾ വണ്ടിയിൽ വരുന്നത് എടുക്കണത് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടാവുള്ളൂ. അല്ലാതെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി എടുക്കണതൊന്നും വല്ലാണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചലേ ഇല്ല. എനിക്കൊരു മടിയാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ പോകെ ആ മടിയൊക്കെ മാറുവയ്ക്കും. അങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും തുറക്കാനുള്ളതൊക്കെ സെറ്റാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും മോളന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അത് പിന്നെ നോമ്പ് തുറന്ന് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് അതിന്റെ ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പൊ ചിക്കൻ ബിരിയാണി ഒക്കെയാണ് ഉണ്ടായിനിയത്. അത് പിന്നെ നമ്മള് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാക്കണോരടുത്ത് ഓർഡർ എടുത്ത് കാണാൻ അങ്ങനെ ഉണ്ടാക്കി ചിക്കേനി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്നത്തെ നോമ്പ് തുറയും വിശേഷങ്ങളൊക്കെ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.